ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു പ്രമുഖ മൾട്ടിനാഷണൽ കമ്പനിയിലെ തൊഴിലവസരവുമായിട്ടാണ്. കാരണം ഈ വേക്കൻസികളൊക്കെ വന്നിട്ടുള്ളത് വിപ്രോയിലാണ്. വിപ്രോ ഈ അടുത്ത കാലങ്ങളിലായിട്ട് ഒരുപാട് വേക്കൻസീസ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിപ്ലോമ കഴിഞ്ഞ കാൻഡിഡേറ്റ്സ്, ഗ്രാജുവേറ്റ്സിനൊക്കെ ആയിട്ട് ഒരുപാട് വേക്കൻസി വന്നിട്ടുണ്ടായിരുന്നു. സോ ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. സോ കാണാത്തവരാണെങ്കിൽ നിങ്ങൾ ആ വീഡിയോസ് ഒക്കെ കാണുക. നിലവിൽ അലൈറ്റ് പ്രോഗ്രാം മുഖേന ഒരുപാട് വേക്കൻസികൾ ഒരു പാൻ ഇന്ത്യ ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട് വിപ്രോ. നിലവിൽ നമുക്കറിയാം നമ്മുടെ കേരളത്തിലും വിപ്രോയിന് ഓഫീസസ് വരുന്നുണ്ട്. സോ എവിടേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്, അതേപോലെ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, എന്താണ് ഇതിന് ഇവർ ചോദിക്കുന്ന യോഗ്യത, മറ്റെന്തെങ്കിലും ക്വാളിഫിക്കേഷൻസ് ചോദിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും വിപ്രോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നമുക്ക് ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം കൂടി, ഒരു റിക്രൂട്ട്മെന്റ് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഫ്രഷേഴ്സിന് വന്നിട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റ് ആണ്. സോ എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും ഇല്ലാത്തവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു പ്രോഗ്രാമിന്റെ പേര് വരുന്നത് അലൈറ്റ് പ്രോഗ്രാം എന്നാണ്. നമുക്കറിയാം പാസ് ഔട്ട്സിനായിട്ട് ഒരുപാട് വേക്കൻസികൾ വിപ്രോ അനൗൺസ് ചെയ്യാറുണ്ട്. വിപ്രോ ഇന്റഗ്രേറ്റഡ് ലേണിംഗ് പ്രോഗ്രാം, അതേപോലെ അലൈറ്റ് പ്രോഗ്രാം, ടർബോ പ്രോഗ്രാം, അങ്ങനെ വിവിധ പ്രോഗ്രാം വഴിയാണ് ഇതിന്റെ റിക്രൂട്ട്മെന്റ്സ് വരാറ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അലൈറ്റ് പ്രോഗ്രാമിനെ പറ്റിയാണ്. സോ നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അതിനു മുന്നേ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ജോബ് വേക്കൻസീസ്, അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ലഭിക്കാനായിട്ട് നിങ്ങൾ ആ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റ് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. വിപ്രോ അലൈറ്റ് ഓഫ് ക്യാമ്പസ് എന്ന പേരിലാണ് ഒരു ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. 2024 പാസ് ഔട്ട്സിനാണ് അവസരം വന്നിട്ടുള്ളത്. പാൻ ഇന്ത്യ വേക്കൻസി ആണ്. ആപ്ലിക്കേഷൻ ഡെഡ് ലൈൻ പ്രത്യേകം നോട്ട് ചെയ്യുക. മാർച്ച് 15 വരെയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ഈ ഒരു റോളിന് അവർ പറയുന്ന സാലറി കോസ്റ്റ് കമ്പനി എന്ന് പറയുന്നത് 3,50,000 രൂപയാണ്. ജോബ് ഫംഗ്ഷൻ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ് വരുന്നത്. ഫ്രഷേഴ്സിനെയാണ് അവർ ഹയർ ചെയ്യുന്നത്. ബേസിക്കലി എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനെയാണ് അവർ ഹയർ ചെയ്യുന്നത്. എഡ്യൂക്കേഷൻ അവർ പറയുന്നത് 10th 60% ഓർ അബവ് മിനിമം വേണം. 12th സെയിം 60% ഓർ അബവ് വേണം. ഗ്രാജുവേഷന് 60% ഓർ അല്ലെങ്കിൽ CGP ആണെങ്കിൽ 6 പോയിന്റ് മിനിമം വേണമെന്നാണ് അവർ പറയുന്നത്. അതേപോലെ ഓപ്പൺ സ്കൂളോ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനോ ഒന്നും അലൗഡ് അല്ല എന്നൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. മറ്റ് ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ ഇതിലൊരു ഓൺലൈൻ അസസ്മെന്റ് ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് നിലവിൽ എന്തെങ്കിലും ബാക്ക്ലോഗ്സോ സപ്ലിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു 8th സെമ്മിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ അത് ക്ലിയർ ചെയ്തിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ബിടെക് കഴിഞ്ഞ് സപ്ലി അരിയേഴ്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് എലിജിബിൾ അല്ല എന്നൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ ഗ്രാജുവേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഇൻ ബിറ്റ്വീനിൽ ഗ്യാപ്സ് കാര്യങ്ങളൊന്നും വരാൻ പാടില്ല എന്നുകൂടി അവരൊരു നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. പിന്നെ കാൻഡിഡേറ്റ് ഷുഡ് ബി 18+ വൈൽ രജിസ്ട്രേഷൻ എന്നവർ പറയുന്നുണ്ട്. ഇയർ ഓഫ് പാസിംഗ് 2024 പാസ് ഔട്ട്സ് ആവുന്ന കാൻഡിഡേറ്റ്സിനെയാണ് അവർ ഈ ഒരു റിക്രൂട്ട്മെന്റ് കൺസിഡർ ചെയ്യുന്നത്. ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞു, എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനാണ് അവർ ഹയർ ചെയ്യുന്നത്. BE ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് ടെക്നോളജി കഴിഞ്ഞവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഹയർ ക്വാളിഫിക്കേഷൻ ആയ ME MTech അല്ലെങ്കിൽ 5 വർഷത്തെ BE+ MTech എന്നുള്ള രീതിയിലുള്ള 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് കോഴ്സ് കഴിഞ്ഞവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി പലർക്കും ഡൗട്ടുള്ള ഒരു കാര്യമാണ്, ബിടെക് ഉണ്ട് ബട്ട് ഏതൊക്കെ ട്രേഡ്സിലുള്ളവർക്കാണ് അപ്ലൈ ചെയ്യുക. അതും അവർ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. ഓൾ ബ്രാഞ്ചസ് ഓഫ് CS അല്ലെങ്കിൽ IT, കമ്പ്യൂട്ടർ സയൻസ് IT കഴിഞ്ഞവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്ലസ് പ്രത്യേകം ശ്രദ്ധിക്കുക, സർക്യൂട്ടൽ മേഖലയിൽ ഡിഗ്രി കഴിഞ്ഞവർക്ക്, എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് ഇലക്ട്രോണിക്സ് ആൻഡ് EC, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, ആ ഒരു മേഖലയിലൊക്കെ, സർക്യൂട്ടൽ മേഖലയിലൊക്കെ എഞ്ചിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡെസിഗ്നേഷന്റെ പേര് വരുന്നത് പ്രോജക്ട് എഞ്ചിനീയർ എന്നാണ്. നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന റോള് പ്രോജക്ട് എഞ്ചിനീയറിന്റെ റോളാണ്. CTC ഞാൻ ഓൾറെഡി പറഞ്ഞു 3.5 ലക്ഷമാണ്. ഏകദേശം മാസം ഒരു 30,000 ഒരു ഫ്രഷറിന് നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇതിൽ. പിന്നെ ഒരു കാര്യം കൂടി, അഡീഷണൽ വിപ്രോ ആയതുകൊണ്ട് നമുക്കറിയാം എംപ്ലോയീസിന് ഒരുപാട് അലവൻസസ് നൽകുന്ന ഒരു കമ്പനിയാണ്. നിങ്ങൾക്ക് ഫ്ലാറ്റ് ബോണസ് 6 മാസം കഴിഞ്ഞാൽ ഏകദേശം 25,000 നിങ്ങൾക്ക് ബോണസ് ആയിട്ട് തന്നെ ലഭിക്കുന്നതാണ്. അതേപോലെ ഓരോ ഇയറിലും റെഗുലർ ആയിട്ടുള്ള ഇയർലി ഇൻക്രിമെന്റ്സ് വരും. അതേപോലെ 18 മന്ത്സ് കഴിഞ്ഞാൽ, 24 മന്ത്സ് കഴിഞ്ഞാൽ, 36 മന്ത്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് ജോയിനിങ് നോട്ട് ചെയ്യുക, നിങ്ങൾക്ക് ഒരു ബോണസസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഇതിന് ഈ ഒരു ജോലി നിങ്ങൾ എലിജിബിളായി നിങ്ങൾക്ക് ആ ഒരു ജോലി കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഒരു സർവീസ് അഗ്രിമെന്റ് ഉണ്ട് എന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ ഏകദേശം 3 റൗണ്ട് വഴിയാണ് ഇതിന്റെ സെലക്ഷൻ വരുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൗണ്ട് ഫസ്റ്റ് റൗണ്ട് തന്നെയാണ്. ഒരു 128 മിനിറ്റ്സിന്റെ ഓൺലൈൻ അസസ്മെന്റ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക. 3 സെക്ഷൻസിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ആദ്യത്തെ സെക്ഷനിൽ വരുന്ന ആ ഒരു ഓൺലൈൻ അസസ്മെന്റിൽ വരുന്ന ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്,
അതേപോലെ ലോജിക്കൽ എബിലിറ്റി, ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി, ഇംഗ്ലീഷ് എബിലിറ്റി, അതൊക്കെ ആയിരിക്കും ഏകദേശം ഒരു 48 മിനിറ്റ്സിൻ്റെ ഡ്യൂറേഷൻ. ഇത്രയും മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും. ബേസിക്കലി ഏതൊരു IT ഫേമിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിലും ഈ ഒരു മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാവും. പിന്നെ സെക്കൻഡ് വരുന്നത് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആണ്. essay റൈറ്റിംഗ് ആണ് ഉണ്ടാവുക. 20 മിനിറ്റ്സ് ആണ് വരുന്നത്. പിന്നെ ഒരു ഓൺലൈൻ പ്രോഗ്രാമിംഗ് ടെസ്റ്റ് ഉണ്ടാവും. അത് 60 മിനിറ്റ്സ് ആണ് വരുന്നത്. അത് ജാവ അല്ലെങ്കിൽ C++, പൈത്തൺ അതിലൊക്കെ ആ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലായിരിക്കും നിങ്ങളുടെ ഓൺലൈൻ ഒരു പ്രോഗ്രാമിംഗ് ടെസ്റ്റ് ഉണ്ടാവുക. സോ ഇത്രയുമാണ് ഫസ്റ്റ് റൗണ്ടിൽ വരുന്നത്. അതിനുശേഷം സെക്കൻഡ് റൗണ്ടാണ് വരുന്നത്. അതിന് വോയിസ് അസസ്മെൻ്റ് ആണ് വരുന്നത്. അതിനുശേഷം തേർഡ് റൗണ്ടാണ് ഒരു ബിസിനസ് ഡിസ്കഷൻ ആണ് വരുന്നത്. സോ ഇത്രയും രീതിയിലാണ് ഇതിൻ്റെ ഒരു റിക്രൂട്ട്മെൻറ്റ് കാര്യങ്ങൾ വരുന്നത്, അസസ്മെൻറ്റ് വരുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. സോ നല്ലൊരു അവസരമാണ്. വിപ്രോയിലെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. മറ്റു പേയ്മെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ആണ്. കാരണം വിപ്രോയുടെ തന്നെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. സോ നല്ലൊരു അവസരമാണ്. വിപ്രോയിലൊക്കെ ഫ്രഷറായിട്ട് ജോലി ലഭിക്കുകയാണെങ്കിൽ ഇൻ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നല്ലൊരു കരിയർ ഗ്രോത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. CTC തന്നെ നമുക്കറിയാം, പ്രോജക്റ്റ് എഞ്ചിനീയർ ആണ് ഡെസിഗ്നേഷൻ വരുന്നത്. അത് മാത്രമല്ല CTC അറൗണ്ട് ഒരു 3.5 ലക്ഷമൊക്കെ നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ വരുന്നുണ്ട്. സോ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുകയാണെങ്കിൽ വളരെ നല്ലൊരു അവസരമാണ്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ലാസ്റ്റിലേക്ക് വെക്കരുത്. അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഈ ഒരു വെബ് പേജിലാണ് എത്തുക. അവിടെ കയറി ഈ ഒരു രജിസ്റ്റർ നൗ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ വളരെ നല്ലൊരു അവസരമാണ്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാക്സിമം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. 15 മാർച്ച് 2025 ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ കസിൻസോ ഒക്കെ ഇതുപോലുള്ള ജോലികൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതേപോലെ ഇപ്പോൾ റീസെൻറ്റ് പാസ്ഔട്ട്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ കോളേജ് ഗ്രൂപ്പ്സിലൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ കാരണം ഈ വിപ്രോയുടെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ഒക്കെ പലർക്കും മിസ്സാവുന്ന ഒരു കാര്യമാണ്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിയാത്ത കാൻഡിഡേറ്റ്സ് നമുക്ക് ചുറ്റും ഒരുപാടുണ്ട്. സോ ഇത് ഷെയർ ചെയ്താൽ അവർ കൂടി ഹെൽപ്ഫുൾ ആവും. സോ ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വേക്കൻസി അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.